तस्य श्यामलां मातरं वन्दे मातरं वन्दे मातरम्। शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमित ध्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरम्। ക്ലാസ് കൊടുക്കുന്നവരെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ അവര് ഒരു പട്ടാളക്കാരൻ അവന്റെ ജീവിതം ശരിക്കും രാജ്യത്തിന് വേണ്ടി അവരെ കുടുംബത്തെയൊക്കെ ഒരു കുറച്ച് സമയത്ത് വിട്ടു നിന്നുകൊണ്ട് അത്രത്തോളം കഠിനമായ ട്രെയിനിങ് പരിശീലന പരിപാടികളോട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്രത്തോളം എന്താ പറയാ സ്ട്രഗിൾ, ഒരു ആത്മസമർപ്പണം നടത്തുന്ന വ്യക്തികളാണ്. അവർ സർവീസൊക്കെ പൂർത്തിയാക്കി ഇവിടെ നാട്ടിലെത്തിച്ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ പീപ്പിൾ സ്ഥിരമായി കാണാമെന്നുള്ള ഒരു സന്തോഷമാണ് ഏറ്റവും എന്താ പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് നല്ല പല അവസരങ്ങൾ നമ്മളവരുടെ വളരെ തീർച്ചയായും ഇവിടെ വേണ്ട പല അവസരങ്ങളിലും അവർക്ക് പെട്ടെന്നുള്ള പട്ടാളത്തിൽ വിളികൾ കാരണം അവർ തിരിച്ചു പോകേണ്ടി വരും. ഇവിടുത്തെ ആഘോഷങ്ങൾ അവർ പങ്കെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അവരൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതവരുടെ ജോലിയുടെ അവരുടെ ആ ഒരു ആത്മസമർപ്പണത്തിന്റെ ഭാഗം നിലയിൽ അവർ പോകുമ്പോഴുള്ള നമുക്ക് അവർ നമ്മളോട് പറയുന്നില്ലെങ്കിലും അവരുള്ളിലുള്ള ആ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ആയിട്ടും പല കാര്യത്തിനും ഞങ്ങൾ പോകാറുണ്ട്. കാരണം അതെന്താ പറഞ്ഞാല് ആ മരിക്കോളം നമ്മളെ കളിക്കുന്ന ഒരു ബന്ധം നമ്മളെ എന്നും ശ്രീനാഥനെ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഏത് സമയം കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മീറ്റിംഗിലാണെങ്കിലും നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇവരെ എല്ലാവർക്കും അതുപോലത്തെ ഒരു ബന്ധമായിരിക്കും. ലീവിൽ വന്നുകഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ ലീവിൽ വരുന്ന ഒരു പ്രതീതി ഞങ്ങളെല്ലാവരും ഒത്തുചേരുന്ന അനുവിന്റെ വീട്ടിലും ഒക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ലീവിൽ വന്ന പട്ടാളക്കാരൻ ലീവിൽ വരുമ്പോൾ ഒരു സുഖം. അപ്പൊ അവരെ കാണുക, ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ സങ്കടം ഉണ്ടെങ്കിലും അവരെ നമ്മളോട് പങ്കുവെക്കാറില്ലെങ്കിലും അതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. ഞാൻ അധികം നീറിയിപ്പിന്നില്ല. ഈ ചടങ്ങിന് എന്നിവിടെ എല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒത്തൊരുമയുടെ പേരിൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ പുരുഷു അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ എല്ലാവരും പേരിൽ ഔദ്യോഗികമായി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ വിദ്യാർത്ഥിച്ച അനേകം വ്യക്തികൾ നമുക്ക് അറിയുന്നതായ അവർക്ക് വേണ്ടി നമ്മുടെ ഒരു മിനിറ്റ് ഒരു മൗനമായിരിക്കുക എന്ന് തോന്നുന്നത്. വ്യത്യസ്തമായ ഒരു ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാത്ത ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അധ്യക്ഷൻ എന്ന നിലയിൽ ഈ റിട്ടയർഡായി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൻ്റെ സേവനത്തിന് വേണ്ടി അതേപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ എല്ലാ പ്രവർത്തനവും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അധിക ആളും എന്ത് ചെയ്യും, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അത് സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആയി വളർന്നു വരണം എന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. പല ആളുകൾക്കും പല കഴിവുകളും ഉണ്ടാവും. ഇപ്പോൾ ഇത്തരം കൂട്ടായ്മകളും അതേപോലെ ബോധവൽക്കരണ പരിപാടികളും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഇപ്പോഴത്തെ സമൂഹത്തിൽ മയക്കുമരുന്നും മദ്യവും എല്ലാം വളരെയധികം നമ്മുടെ കുട്ടികളെയും കാർന്നു തിന്നുന്ന ഈ അവസ്ഥയിൽ അതിൽ നിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവണം. അതേപോലെ നമ്മളെ തന്നെ ഈ മതപരമായും ജാതീയമായും വേർതിരിച്ച് നിർത്തുന്ന പല ഘടകങ്ങളുമുണ്ട്. അത് ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടാവാം, അതേപോലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടാവണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ, നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം ഒരിക്കൽ മരിച്ചു പോകും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആരും ഒതുങ്ങിക്കൂടാതെ എല്ലാ സമൂഹത്തിന് വേണ്ട എല്ലാ നന്മകളും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട
വാർഡ് മെമ്പർ കുന്നുമൽ വാർഡ് മെമ്പർ ചന്ദ്രൻ NV ആണ്. അദ്ദേഹത്തെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരു സ്നേഹ കൂട്ടായ്മയുടെ പിൻബലം. ആ സ്നേഹ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് ഇന്ന് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുതിയ, നമുക്ക് വേണ്ടി ജീവിച്ച, യുവത്വം അതിനു വേണ്ടി ചെലവഴിച്ച നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ, ഒരു തൊഴിൽ രംഗത്തും, ഏത് തൊഴിൽ രംഗത്തായിക്കോട്ടെ, കമ്പനികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപകരായിക്കോട്ടെ, ഗവൺമെൻറ് ജീവനക്കാരായിക്കോട്ടെ, എല്ലാ രംഗത്തും അവർ റിട്ടയർ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നൊരു യാത്രയപ്പ് കൊടുക്കും. നാട്ടിൽ എവിടെയെങ്കിലും ആർക്കും ആദരവോ യാത്രയോ മറ്റ് മേഖലയിൽപ്പെട്ട ജീവനക്കാർക്ക് കൊടുക്കുന്നതോ കിട്ടുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. സത്യത്തിൽ ഇവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങളുടെ നേരത്തെ അവരുടെ സുഹൃത്തുവലയത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവരുടെ സേവനം രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ നാട്ടിലും അവർക്ക് ആദരവും ബഹുമാനവും കൊടുക്കുവാൻ നിങ്ങളുടെ കൂട്ടായ്മ തയ്യാറായത് വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ റിപ്പബ്ലിക്, നമ്മുടെ രാജ്യത്തിന് സ്വന്തമായൊരു ഭരണഘടന നിലവിൽ വന്ന് 77 വർഷങ്ങൾ പിന്നിടുന്ന അതേ ദിവസത്തിൽ തന്നെ നമ്മുടെ ജവാന്മാർക്ക് നിങ്ങൾ ആദരവ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദേശീയതയുടെ ഒരു കാഴ്ചപ്പാടായി നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സനിത്ത് പറഞ്ഞു, 7ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള, അല്ലെങ്കിൽ LP UP ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള ഈ നാടിൻ്റെ ചുറ്റുപാടുകളിലുള്ള ഒരു കൂട്ടം യുവാക്കൾ അവിടെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ഉന്നത പദവികൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം ജോലി തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള ഒരു ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്ക് എത്തിയതിൽ എനിക്ക് അത്ഭുതമുണ്ട്. എന്തായാലും ശ്രീനാഥിൻ്റെയും ചരിത്തിൻ്റെയും ഒക്കെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്ത മാനസിക നിലയിൽ എത്തിച്ചേരാൻ സാധിച്ചത് ഈ ചടങ്ങിന് പിൻബലമായിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകൾ ഒരു സൗഹൃദം പങ്കിടുക മാത്രമല്ല, ഒരു ആത്മസംതൃപ്തി നമുക്ക് കൈവരിക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരെ 4 പേരെയും നിങ്ങൾ കുറേ ആളുകൾ ഇരുന്നിട്ട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങായിരിക്കുന്നു. പക്ഷെ അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. കന്നഡനൊക്കെ ഇതിനെയൊക്കെ ഇവിടെ കണ്ടപ്പോഴൊക്കെ അത്ഭുതം തോന്നി. ഇതെന്താണ് ഇവരിവിടെ എത്തിച്ചേർന്നത്? പിന്നെയാണ് ഇതിൻ്റെ വസ്തുതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും നിങ്ങൾ കൈകോർത്ത് ചേർത്ത് പിടിക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാട്ടിയതിൽ അങ്ങേയറ്റത്തെ ഒരു ആദരവ് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഈ സ്നേഹ കൂട്ടായ്മയുടെ കരുതൽ അതൊരിക്കലും ഒരു പാഴ്വാക്കാവുകയില്ല. കാരണം അവരുടെ മനസ്സ് എപ്പോഴും നമ്മുടെ നാടിനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് പരസ്പര സ്നേഹം കൊടുത്തും കൈമാറിയും ഈ നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതായിരിക്കണം ആത്യന്തികമായി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ കൂടുതൽ സംസാരിച്ച് ഈ ചടങ്ങിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി ഈ സദസ്സിലും വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ സമ്മതത്തോടു കൂടി നിറഞ്ഞ മനസ്സോടെ ഒരു ചടങ്ങിന് വേണ്ടി, ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഗംഭീരമായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോയി 10-15 വർഷക്കാലം 10-20 വർഷക്കാലം
അവരുടെ സേവനം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന് അവർക്ക് നമ്മുടെ നാട് കൊടുക്കുന്ന ഒരു ആദരവ്, അവർക്ക് എവിടെ നിന്ന് കിട്ടുന്ന ആദരവിനെക്കാട്ടും ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു ആളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവർക്ക് ഏറ്റവും സന്തോഷപ്പെടുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ആദരവും സ്വന്തം നാട്ടിൽ കിട്ടുന്ന അംഗീകാരവും. ആ അംഗീകാരവും ആദരവും കൊടുക്കാൻ തയ്യാറായ നമ്മളെല്ലാവരും ഒരുപാട് ആളുകളെ കൂട്ടുകാരായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. കളിക്കാനും അന്ന് ഇവിടെ പല ആൾക്കാരും ഇവരെല്ലാം പ്രഗത്ഭരായ കളിക്കാരാണ്. ഇവര് ആർമിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവരെല്ലാം പ്രഗത്ഭ കളിക്കാരാണ്. പല സ്ഥലത്തും പോവുകയും പിന്നെ പല ടൂർണമെന്റിലും പോവുകയും കോഴിക്കോടെല്ലാം ടൂർണമെന്റിൽ പോയാൽ വളരെ തമാശകളും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാം. അന്നത്തെ പല രീതിയിൽ നല്ലൊരു അതുപോലെ തന്നെ ഈ പറഞ്ഞ അങ്ങനെയാണ് ഇപ്പോൾ കുമാര ഒന്നും കിട്ടിയില്ല. മീൻസ് അന്നൊന്നും പട്ടാളത്ത് വന്നു ഓക്കെ അത്രയാണ്. ഇത് കുറെ പട്ടാള കഥകൾ ഞാൻ പറഞ്ഞു തരാനുണ്ടോ ഒരാൾക്ക് താല്പര്യം. അപ്പോൾ ഇവിടെ ലിജീഷും മറ്റുള്ളവരെല്ലാം പോകും പട്ടാളത്തിൽ ആർമിയിലെല്ലാം പോകുമ്പോൾ ഇവരെല്ലാം അവിടെ ഓരോ ട്രെയിനിങ്ങിൽ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇവരെങ്ങനെയുണ്ട് അവിടുത്തെ ട്രെയിനിങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വളരെയധികം നമ്മൾ ഇതെങ്ങനെയാണ് ഇതെല്ലാം നടക്കും നമുക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ഏതൊരു സിനിമ പണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു നായർ സാർ. അന്ന് ആ സിനിമ കാണുമ്പോൾ മമ്മൂട്ടി നമ്മളോട് പറയാൻ ഒരു നീന്തലറിയാത്ത ആളോട് ചാടാൻ പറയുന്നു. അപ്പോൾ ചാടി നീന്തൽ അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു ഇനി ഒരു കാരണം വെച്ചാൽ പട്ടാളത്തിലെങ്കിലോ കുന്തത്തിലില്ല എന്ന് പേടിച്ച ആളാണ് ഞാൻ. അപ്പോൾ എന്നാലും ഇവരൊക്കെ എന്താണ് ഒരു ഘട്ടത്തിൽ രാജ്യസേവനമാണ് നല്ലതെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വിചാരിച്ചിട്ട് പോയ ആൾക്കാർ നമുക്കിവിടെ സുരക്ഷിതമായി കഴിയുകയും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ എത്രയോ ഒരു മനസ്സിൽ ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ അതിർത്തിയിലായിരിക്കണം. കാശ്മീരൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയാം പട്ടാളം നമുക്ക് അത്ര പ്രശ്നമില്ല. കാരണം വെച്ചാൽ അതിർത്തിയൊന്നും അല്ലാത്തതുകൊണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുന്ന ഇവരാണ്. അപ്പോൾ അങ്ങനെ സേവനം നടത്തിയവരാണ് ഇവർ. അപ്പോൾ ഇവര് എനിക്ക് നമ്മളെ ആദരിക്കേണ്ടതാണ്. എങ്കിലും ലേറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഓരോ മനസ്സിലും ഓരോരുത്തർക്കും ഒരു എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും പറയുന്നത് ആദ്യം പോയി കഷ്ടപ്പാടില്ല ട്രെയിനിങ്ങിൽ വല്ല ബുദ്ധിമുട്ടുകളിലായി തമിഴ് ശേഷമാണ് ഇവരെ ആ സെൻട്രൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാസിക് സെൻറ്ററിലാണ് സംഘടനയിലോട്ട് കളിച്ച് ഇപ്പം ഇത് ആദ്യമേ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഞാൻ അധികം എനിക്ക് പറയാൻ അറിയില്ല, പ്രതിനിധി ചെയ്യണമില്ല. ബഹുമാനപ്പെട്ട മുഖ്യാധികാരി ശ്രീ ചന്ദ്രേട്ടൻ, ശ്രീ ഭൂചേട്ടൻ, പിന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സംഘടിപ്പിച്ച എൻ്റെ കളിക്കൂട്ടുകാർ തന്നെ പറയാം. എല്ലാ കളിക്കൂട്ടുകാരാണ്. കുറച്ച് ചില പേര് വയസ്സിന് മൂത്തതാണ്, ചിലതെൻ്റെ സെയിം ഏജാണ്. അതൊക്കെയാണ്. പിന്നെ 2001 ഞാനും ലിജീഷ് ഒരേ ട്രെയിനിൽ എവിടെ നാസിക്കിലോട്ട് നമ്മൾ ഒരേ ട്രെയിനിലാണ് കയറി. ഞാൻ ലിജീഷ് അതേ ട്രെയിനിൽ ചേഞ്ചായി നമ്മൾ 2025 ഡിസംബറിൽ അതേ വടകര റെയിൽവേ സ്റ്റേഷനിൽ റിട്ടേൺ ആയി. 24 കൊല്ലം ഒരേ പ്രാവശ്യം പോയത്, ഒരേ പ്രാവശ്യം റിട്ടേൺ നമുക്ക് വരാൻ കഴിഞ്ഞു. പിന്നെ പട്ടാളത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. 24 വർഷം ചെയ്തു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, അത് തന്നെ. താങ്ക് യു. നന്ദി അറിയിക്കുന്നു. എന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനമ്മ എല്ലാവരും ഫാമിലിയും ഈ പരിപാടിയിൽ ക്ഷണിച്ച് എല്ലാ സംഘാടകരും എൻ്റെ സുഹൃത്തുക്കളും നേരത്തെ ഭാഷയിൽ കൂടി നന്ദി അറിയിക്കുന്നു. പട്ടാളത്തിൻ്റെ പറയുകയാണെങ്കിൽ 2000 ഞാൻ ആർമി കയറിയാണ്. 2000 സെപ്റ്റംബറിലാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തത്. ഞാൻ DSC ഒരേ സമയത്താണ്. പിന്നെ 2018 നവംബർ 30 റിട്ടയർ ആകുന്നത്. 18 വർഷം 8 മാസത്തെ സർവീസാണ്. സർവീസിൻ്റെ കാര്യങ്ങൾ പറയാൻ ആവശ്യം നേരത്തെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി പറയാനില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കഷ്ടപ്പാടാണ്, ഒരുപാട് കഷ്ടപ്പാടാണ്. പിന്നെ എക്സ്പീരിയൻസ് ആണ്. എല്ലാ കഷ്ടപ്പാട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അനുഭവത്തിൽ മാറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ പിന്നെ പട്ടാളക്കാരൻ്റെ വീടി എന്ന് പറഞ്ഞ പോലെ അതൊക്കെ താല്പര്യമില്ല. പിന്നെ ശ്രീനാഥ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു.
വീട്ടിൽ നിന്ന് ചക്ക കഴിക്കും, ചക്ക കഴിക്കില്ല, പിന്നെ വേറെ വീട്ടിൽ നിന്ന് ചക്ക കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പുട്ട് കഴിക്കും. പിന്നെ നമ്മുടെ മനു കൂടിൻ്റെ ആശ. അപ്പോൾ മനുവിൻ്റെ അമ്മ ഉണ്ടാക്കി പുട്ടാണ് എനിക്ക് കഴിക്കും. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വീട്ടിൽ മാത്രം പുട്ട് കഴിക്കില്ല. മീൻസ് അത്രയ്ക്ക് നമ്മളൊരു അറ്റാച്ച്ഡ് ആയിട്ട് അടുക്കള നേരത്തെ ശ്രീനാഥ് പറഞ്ഞാൽ വളരെ ഇമോഷണൽ. ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ സെൻറ്ററിൻ്റെ വീട്ടിൽ വരിക, നമ്മുടെ വീട്ടിൽ അവരെ വീട്ടിൽ പോവുക, സെൻറ്ററിൻ്റെ വീട്ടിൽ നിന്നൊക്കെ രാത്രി ഉറപ്പ് ഫുട്ബോൾ കാണണം, കട്ടൻ ചായ ഉണ്ടാക്കുക, അതൊക്കെ പറഞ്ഞറിയിക്കാൻ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് പട്ടാളത്തിൻ്റെ ഇതൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പട്ടാളത്തിൽ പോയത് എനിക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് കിട്ടുന്ന സിയാച്ചൻ ഗ്ലേഷ്യറാണ്. ഞാൻ 1.5 വർഷം സിയാച്ചൻ ഗ്ലേഷ്യർ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. മീൻസ് പിന്നെ 2009 നവംബറിലാണ് അപ്പോൾ അതിന് മുന്നേ 1.5 വർഷം ഞാൻ ഗ്ലേഷ്യറിലായിരുന്നു. അപ്പോൾ ഗ്ലേഷ്യറിൽ ഒരു എന്താ പറയാം കർവാസ് അല്ലേ, ഒരു പിന്നെ കർവാസ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഗ്ലേഷ്യർ മഞ്ഞ് കട്ടായിട്ട്. അപ്പം എൻ്റെ ചുറ്റി പറഞ്ഞു അതിനിടയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ കയറിന് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ആ സമയത്ത് കയർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിട്ടില്ല, നമ്മളിതിനെ കൊണ്ട് കടിയിലേക്ക് പോയി. അപ്പം ലാസ്റ്റ് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഐസെക്സ് നോക്കും, ഇത് നമ്മൾ കുത്തിയിട്ട് കൊണ്ടുവരണം. മാക്സിമം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മുടെ കൂടെ 4 ആൾക്കാർ ഒരുമിച്ച് പോവുക. നേരെ സാറിനോട് പറഞ്ഞാൽ സാറ് പോയിക്കോളി എന്ന് നോക്കണം, കാരണം മീൻസ് അതിന് പറ്റൂല. അപ്പം ഞാൻ ഇന്നേരം പോട്ടെ. അപ്പോൾ സാറ് നേരെ കയറിയിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ച് പറയുന്നത് നമുക്ക് പറ്റുന്നുണ്ട്, ബാക്കി നോർമലി ഞാൻ അറിഞ്ഞോളൂ കയറാൻ പറ്റണം. അവിടെ നിന്ന് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ആരോഗ്യ പ്രവർത്തനങ്ങൾ വൈദ്യുതി കയറി തിരിച്ചു വന്നിട്ടാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് കൂടി ഓയിലായിരുന്നു. 2 ആഴ്ച ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഇത്ര ദാടി ഉണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ ഒരു റേഞ്ച് ഔട്ട്. അത് ഇരിക്കുന്നവരുടെ പറഞ്ഞാൽ അവിടെ പോയതൊന്നും മനസ്സിലാവുക സിറ്റുവേഷൻ. തണുപ്പിൻ്റെ അത്രയ്ക്ക് എഫക്റ്റ് വരും. അവിടെ കുറേ അസുഖങ്ങളുണ്ട്. ഹാപ്പോ കോൺസെൻട്രേഷൻ ഔട്ടായി പോവുക. നമ്മളെ ചെക്ക് ചെയ്യുന്ന സിംഗിൾ ലൈൻ വെച്ചിട്ട് ആ സിംഗിൾ ലൈൻ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. പക്ഷേ നമുക്ക് അസുഖം സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് കൊണ്ടായിരിക്കും കോൺസെൻട്രേഷൻ ഔട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പേഴ്സായ ഈ നിങ്ങൾ വിലയേറിയ സമയം മാറ്റിയെടുത്ത് റിപ്പബ്ലിക് ദിനത്തിൽ നമ്മളെ ആദരിക്കാനായി ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുന്നു. 2001 നവംബറിലാണ് ഞാനും പട്ടാളത്തിൽ ചേർന്നത്. ഞാൻ രാകേഷും ഒരുമിച്ച് പോലാണ് ഒരു ട്രെയിനിൽ മംഗള എക്സ്പ്രസ്സിൽ വടകര കയറിയിട്ട് സെയിം മംഗള എക്സ്പ്രസ്സിൽ തിരിച്ച് 2025 നവംബറിൽ ഞങ്ങൾ വന്നിറങ്ങിയതാണ്. ടിക്കറ്റ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ആർട്ടിലറി ഗ്രൂപ്പാണ്. ഞങ്ങൾ പല പല ട്രേഡാണ്. ഞാൻ ഡ്രൈവറാണ്, രാകേഷും ഗണ്ണറാണ്, അനുവൾ ആണ്. ഞങ്ങൾ 3 ആളുണ്ടെങ്കിൽ ഒരു പീരങ്കിയെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം വണ്ടി എടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളൂ. അനുവും രാകേഷും റൗണ്ട് കയറ്റിക്കോളും. അനു പിന്നെ അതിൻ്റെ മേപ്പെടുത്തിട്ട് ചെയ്യുന്നതാണ്. മാപ്പ് റീഡിങ്ങിൻ്റെ എല്ലാം ടെക്നിക്കൽ ട്രേഡാണ് അതിൻ്റെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വട്ടോളിയെ നടത്താൻ പറ്റും. പിന്നെ അധികം തള്ളുന്നില്ല. ഞാൻ ഡ്രൈവറായിട്ട് പറയല്ല, ഞാൻ ഏകദേശം ഇന്ത്യയിലുള്ള മെയിൻ ജിദ്ദു പോയി ജോജില പാസ്, പിന്നെ കർജങ്ങള ടോപ്പ് എല്ലാവരും ഞാൻ വണ്ടി ഓടിച്ചാണ്. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. -30 40 ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗും കൂടി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനത്തെ ഇതിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അരുണാചൽ സെയിം സ്ഥലമാണ്. സ്ലൈഡിങ് ലാൻഡ് സ്ലൈഡിങ് ഏറ്റവും കൂടുതൽ സ്ഥലമാണ് അരുണാചലിൽ. പിന്നെ അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ സർവീസ് ചെയ്യാൻ നിങ്ങൾ വിളിച്ച് കാണിച്ചില്ലേ? കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങൾ 24 കൊല്ലം കുറഞ്ഞ കാര്യമല്ല. 24 കൊല്ലം ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ലോങ്ങാണ് സർവീസ്. അപ്പം നാട്ടിലുള്ള നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്, കൂട്ടുകാരെ എന്തിനു ഇതിനും കൂടെ എത്തുന്ന വീട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അധികം ഞാൻ പറയാനൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ജയ്. ആദ്യമായി തന്നെ നമ്മുടെ ഒരാഫ്റ്റർ സേവനത്തിലേക്ക് എത്തിച്ചേർന്ന ധീര ജവാന്മാർക്ക് ഭാവിയിൽ
ആയുസ്സും ആരോഗ്യമെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല. എല്ലാവരും നമ്മുടെ ആത്മസുഹൃത്തുക്കളാണ്. ഞാനൊക്കെ അംഗനവാടി മുതൽ ഒരുമിച്ച് പഠിച്ചാണ്. ക്ലാസ് പഠിച്ചിട്ടുണ്ട്. രാകേഷ് കുറച്ച് ജൂനിയറാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരിടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാം ചേർത്തെത്തിയ ഒരു ഘടകം സ്പോർട്സായിരുന്നു. ഈ കൂട്ടായ്മയ്ക്കും കാരണം സ്പോർട്സായിരുന്നു. അപ്പോൾ സ്പോർട്സിനെ നമുക്ക് സ്മരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ സംഘാടകനായ ശ്രീനാഥ്, അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് മറ്റു കാര്യങ്ങൾ തന്ന അഡ്വക്കേറ്റ് ബാലചേട്ടൻ, മറ്റ് 2 വാർഡ് മെമ്പേഴ്സ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.